പുലർച്ചയ്ക്ക് പോയി മുത്തപ്പനും തിരുവപ്പനെല്ലാം കണ്ടിട്ട് ഒരു 7 മണിയാകുമ്പോൾ നമ്മ അവിടുന്ന് നേരെ ഇടാട്ടേക്ക് വന്നു. എന്നിട്ട് അമ്മയോട് യാത്രയെല്ലാം പറഞ്ഞിട്ട് നമ്മ ഇറങ്ങിയേനെ. രാവിലെ തെയ്യം കാണാൻ വേണ്ടിട്ട് അമ്മ വന്നിട്ടുണ്ടായിട്ടാ. ഇന്ന് തെയ്യം തീരാൻ വേണ്ടിട്ട് ഉച്ചയാവും. പിന്നെ പിള്ളേർക്കെല്ലാം സ്കൂളിലെ ദിവസമായോണ്ട് നമ്മ ഇതാ രാവിലെ തന്നെ ഇറങ്ങിയെന്നെ. ഇനി വീട്ടിലേക്ക് വന്നിട്ട് വേണം ഇവരെല്ലാം റെഡിയാക്കിയിട്ട് സ്കൂളിൽ പറഞ്ഞേക്കാൻ. അതുപോലെ തന്നെ ഏടത്തമ്മയും പൊന്നൂസും അമ്മൂസും നമ്മൾ ഒന്നിച്ച് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിനി. അനിയന്റെ മക്കൾക്കാണെങ്കിൽ എല്ലാരും ഒന്നിച്ചുണ്ടായിട്ട് പോകുന്ന സങ്കടം ഉണ്ടായിനി. പിന്നെ നേരെ വീട്ടിലെത്തി. ഞാൻ ഇന്നലെ പോകുമ്പോ ദോശക്ക് അരിയെല്ലാം പുതിർത്ത് വെച്ചിട്ടുണ്ടായിനി. ലോകൂട്ടനും എന്നെ ചെറുതായിട്ട് സഹായിക്കുന്നുണ്ടായിനി കേട്ടാ. പിന്നെ മീൻ മുറിച്ച് വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിനി. അതെടുത്തിട്ട് വേഗം കറിയുമാക്കി. അതിൽ കൂടെ നിന്ന് സ്കൂൾ കൊണ്ടുപോകാനും ദോശയും മീൻ കറി തന്നെയാണ് കേട്ടാ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. ആക്ക് പിന്നെ ചോറിനെക്കാളും ഇഷ്ടം രാവിലത്തെ ദോശയും കറിയെല്ലാം ആയതുകൊണ്ട് സ്കൂളിൽ ഇപ്പം മിക്കവാറും അതന്നെയാന്ന് കൊണ്ടുപോവല്. അങ്ങനെ ഇതാ മീൻ കറിയും റെഡിയായി. പിള്ളേരെല്ലാം പറഞ്ഞയച്ചതിന് ശേഷം ഞാനിതാ ചായ പിടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. കറിയിൽ ശേഷിക്കുന്ന പീസ് തലയായോണ്ട് ഞാൻ തലേന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടം അതന്നെയാന്നല്ല, ഇത് എന്തോ ഒരു പുഴമീനാരാന്ന്, അതുകൊണ്ട് തല അത്ര വലിയ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടാ. ചായപൊടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം അച്ഛൻ്റെ ഒന്നിച്ച് റബ്ബറിൽ പാലെടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. ഒന്നിടവിട്ട ദിവസമാണ് റബ്ബർ ചെത്തല്. അങ്ങനെ പാലെല്ലാം എടുത്തു വന്നതിന് ശേഷം എല്ലാം അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. അച്ഛൻ ആസിഡ് ഒഴിച്ചു കൊടുക്കുന്നതനുസരിച്ച് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.